ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഡേയ്സുട്ടിയുടെ തടി കുറയ്ക്കാൻ പറയണ്ടേ. ആക്ച്വലി ഡേയ്സുട്ടി വെറും 30 കിലോ ഉള്ളൂ കേട്ടോ. 5 വയസ്സിനുള്ള ഹൈറ്റ് അവളില്ല. അപ്പോൾ അവളെ കണ്ട കുറച്ച് തടി തോന്നും. അത് മാത്രമല്ല, നിങ്ങൾ ഈ സ്യൂഡോ പ്രഗ്നൻസി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഡോഗ്സിന് ഹീറ്റ് ഉണ്ടാവുമല്ലോ. ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഏത് സമയത്താണെന്നൊന്നും എനിക്കറിയില്ല. ബിറ്റ്വീൻ 2 to 3 ഇയേഴ്സിലൊക്കെ അവർക്ക് സ്യൂഡോ പ്രഗ്നൻസി എന്നുണ്ടാവും. അതായത് ഫോൾസ് പ്രഗ്നൻസി എന്ന് പറയും കേട്ടോ. സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവർ വിചാരിക്കുന്ന ഒരു പ്രഗ്നൻ്റ് ആണെന്നാണ്, പക്ഷേ ആക്ച്വലി അവരല്ല. എക്സാക്ട്ലി. അപ്പോൾ ഡേയ്സി എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ. അവളുടെ ടോയ്സൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുക വേറെ എവിടെയല്ല, നമ്മുടെ തലേനയുടെ അടിയിലൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുക. അത് അവരുടെ പിള്ളേർക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേഫായിട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ അവർ ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ മണ്ണൊക്കെ മാന്തി വെക്കും. അത്രേ അവരുടെ നേച്ചറാണതെന്ന്. അപ്പോൾ ഇവൾ തണുപ്പുള്ള സ്ഥലം പോയിട്ട് ഇപ്പോൾ മാന്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മേലേക്ക് കയറാൻ, ഈവൻ ഇവൾ സോഫയുടെ മേലെയും ചെയറിൻ്റെ മേലെയും ബെഡിൻ്റെ മേലെയൊക്കെ ചാടി കയറുന്ന ആളാണ്. അപ്പോൾ അവൾ ആ സമയത്ത് എന്നെ ഇങ്ങനെ നോക്കും, ഹെൽപ്പിന് വേണ്ടി, കയറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ അവളുടെ വിചാരം അവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ചാടിക്കൂടാ. അത് അവരുടെ ബോഡിയിൽ ഈ ഒരു പ്രഗ്നൻസി പോലെ തന്നെയുള്ള ചേഞ്ചസ് ഉണ്ടാവും. അവരുടെ നിപ്പിൾസൊക്കെ കുറച്ച് വലുതാവും. പിന്നെ അവർ ഒത്തിരി തടി വയ്ക്കും, വയറൊക്കെ തൂങ്ങും, അങ്ങനെയൊക്കെ തടിയൊക്കെ വയ്ക്കുവേ. അവൾ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു. പുറത്ത് പോയാലും അധികം നടക്കാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഡേയ്സിക്കുട്ടി ന്യൂട്രൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇവർക്ക് കെയർ കൊടുക്കണോ അതേപോലെ ഇരിക്കും അവരുടെ തടി എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവളെ ഒരു 32 kgs ആക്കിയിട്ട്, ഈ സ്യൂഡോ പ്രഗ്നൻസിയുടെ സമയത്ത് അവൾ ഒരുപാട് തടിച്ചു. നമ്മുടെ കൺട്രോളല്ല കേട്ടോ, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ന്യൂട്രൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡയറ്റൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിട്ടിരിക്കും. അവളുടെ ബോഡിയിൽ എവിടെ കാണിക്കൊണ്ട് എനിക്ക് കാണിച്ച ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി വയറിൻ്റെ ഭാഗത്തൊക്കെ. ആക്ച്വലി അവൾ തടിയല്ല, നമുക്ക് തോന്നും എൻ്റെ കുട്ടി ഭയങ്കര തടിയാണ്, പിന്നെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒട്ടും കഴിയാതെ ചിരിച്ചോണ്ടിരിക്കേണ്ടത്. ഞങ്ങൾ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര തോന്നും. ഇവളുടെ പ്രായമുള്ള ഡോഗ്സിൻ്റെ കൂടെ നമ്മൾ ഡോഗ് പാർക്സിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് മനസ്സിലാവുക. 5 വയസ്സുള്ള കുട്ടികളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ 34-35 kg ആണ് ഒരു ആവറേജ്. ആക്ച്വലി ഡേയ്സുട്ടി ഇത്തിരി അണ്ടർ വെയിറ്റ് ആണെന്നാണ് ആസ് പെർ ഡോക്ടർ, ഷീസ് അണ്ടർ വെയിറ്റ്. പക്ഷെ അതുകൊണ്ട് തെറ്റില്ല, മീൻസ് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തെറ്റില്ല. അല്ല, അവളുടെ ഏജിന് മതി, അത് മതി. ആ എൻ്റെ കുട്ടീനെ കണ്ടാലേ തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അത്രയൊന്നും തടിയില്ലേ അല്ലേ പൊന്നു? ചിരിച്ചോണ്ടിരിക്കേണ്ട എൻ്റെ കുട്ടായി.